പ്രധാന പ്രതിപക്ഷ പാർട്ടിക്ക് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകുക എന്ന കീഴ്വഴക്കത്തെ മറികടന്നാണ് ഡോക്ടർ തമ്പിദുരൈയെ ഡെപ്യൂട്ടി സ്പീക്കറാക്കാൻ ബി.ജെ.പി. മുൻകൈയെടുത്തത്. AIADMKയുമായി രാഷ്ട്രീയ സഖ്യമുണ്ടാക്കുകയും രാജ്യസഭയിൽ പിന്തുണ നേടുകയും ചെയ്യുക എന്നതാണ് ബി.ജെ.പിയുടെ ലക്ഷ്യം. ലോക്സഭയിലെ മൂന്നാമത്തെ വലിയ കക്ഷിയായ AIADMKയ്ക്ക് 37 അംഗങ്ങളാണുള്ളത്. കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളായി പാർലമെന്റിൽ AIADMKയുടെ ശബ്ദമാണ് തമ്പിദുരൈ. ആദ്യം MGRന്റെയും പിന്നീട് ജയലളിതയുടെയും വിശ്വസ്തനായിരുന്ന അദ്ദേഹം 1985-ൽ ഹ്രസ്വകാലം ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം വഹിച്ചിട്ടുണ്ട്. വിവാദങ്ങളിൽ നിന്ന് എന്നും അകന്നു നിന്ന തമ്പിദുരൈ കോൺഗ്രസും ബി.ജെ.പിയുമായി നല്ല ബന്ധമാണ് സൂക്ഷിക്കുന്നത്. സാമ്പത്തിക ശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടിയിട്ടുള്ള തമ്പിദുരൈ വരുംകാലത്ത് ബി.ജെ.പിക്കും AIADMKയ്ക്കും ഇടയിലുള്ള പാലമായി പ്രവർത്തിക്കുമെന്നാണ് എല്ലാവരും കരുതുന്നത്. മികച്ച പാർലമെന്റേറിയനും പണ്ഡിതനുമാണ് തമ്പിദുരൈ എന്ന് അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ടുള്ള ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു. തമ്പിദുരൈ അഭിനന്ദിച്ച കോൺഗ്രസ് നേതാവ് മല്ലികാർജ്ജുന ഖാർഗെ ഡെപ്യൂട്ടി സ്പീക്കർ എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന് മുഴുവൻ പിന്തുണയും വാഗ്ദാനം ചെയ്തു. എല്ലാ പാർട്ടികളുടെയും നേതാക്കളും ഡെപ്യൂട്ടി സ്പീക്കർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് സംസാരിച്ചു. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം എന്ന പോലെ പ്രതിപക്ഷ നേതൃസ്ഥാനവും നഷ്ടപ്പെടുമെന്ന് ഉറപ്പായ കോൺഗ്രസ് ചെറുപാർട്ടികളുടെ പിന്തുണയോടെ സർക്കാരിനെതിരെ ഒത്തൊരുമിച്ച് പോരാടാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. മീഡിയ 1 ഡൽഹി.